ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇതു സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLAമാർ വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വോക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നേതാവ് N രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ K കൈലാഷ്നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5ാം തവണയാണ് N രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.20% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86%, ആൺകുട്ടികളുടേത് 82.13%. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ ഡിജി ലോക്കറിലും ഉമാഗ് ആപ്പിലും ഫലം പരിശോധിക്കാം. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിൻ്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ CBI അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റ് 2 പേരെ ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാക്കിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്രമന്ത്രിസഭാ യോഗം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. 37,500 കോടി രൂപ ചെലവിൽ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൗകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, കാലവർഷ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവൃത്തികൾ എന്നിവ യോഗം വിലയിരുത്തി. ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. സ്കൈഹോപ്പ് കമ്പനിയുടെ VTS HE സീ പ്ലെയിനാണ് അഗത്തി ദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് സീ പ്ലെയിൻ സർവീസുകൾ ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നട അടയ്ക്കുക. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. ടോസ് നേടിയ ബംഗളൂരു ബൗളിംഗ് തിരഞ്ഞെടുത്തു. മഴ മൂലം മത്സരം വൈകിയാണ് ആരംഭിച്ചത്. ഇടുക്കി കുമാരമംഗലം പീഡന പരമ്പരയിലെ 28 കേസുകളിൽ വിചാരണ പൂർത്തിയായ 2ാമത്തെ കേസിൽ പ്രതി വിനീഷിന് 12 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. തൊടുപുഴ 1ാം അഡീഷണൽ സെഷൻസ് പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 12 വർഷം തടവിന് പുറമെ 75,000 രൂപ പിഴയും, പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും അനുഭവിക്കണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.